ഹലോ ഫ്രണ്ട്സ്, എൽ ഡി സിയുടെ ഷുഗർ ഷോട്ട് കറണ്ട് അഫെയർ സീരീസിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് 3 ക്ലാസ്സസ് ഷുഗർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അതിനകത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മുടെ 2 ഘട്ടങ്ങളിൽ നടന്ന പരീക്ഷയ്ക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ കറണ്ട് അഫെയർ സീരീസ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ മാക്സിമം ഒന്ന് പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഇന്ന് നമ്മൾ 4ാമത്തെ ക്ലാസ്സാണ് ഷുഗർ ഷോട്ട് ക്വസ്റ്റ്യൻസിന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ദാദാ സാഹിബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രം ഏതാണ്? അപ്പോൾ 2023 ദാദാ സാഹിബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രം ഏതാണ്? കാശ്മീരി ഫയൽസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാശ്മീരി ഫയൽസ്. കാശ്മീരി ഫയൽസിൻ്റെ ഡയറക്ടർ ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിവേക് അഗ്നിഹോത്രി. അപ്പോൾ എന്താണ് പറഞ്ഞത്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിലെ മികച്ച ചിത്രം ഏതാണ്? കാശ്മീരി ഫയൽസ്. കാശ്മീരി ഫയൽസിൻ്റെ ഡയറക്ടർ ആരാണ്? വിവേക് അഗ്നിഹോത്രി. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 2023 ദാദാ സാഹിബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രോത്സവ പുരസ്കാരത്തിൻ്റെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് രൺബീർ കപൂർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രൺബീർ കപൂർ മികച്ച നടനും ആലിയ ഭട്ട് മികച്ച നടിയും. രൺബീർ കപൂറിന് ഏത് സിനിമയിൽ നിന്നാണ്? ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. മികച്ച നടി ആലിയ ഭട്ടാണ്. ഗംഗൂഫായി എന്ന് പറഞ്ഞ ചിത്രത്തിലെ അഭിനയത്തിനാണ് ആലിയ ഭട്ടിന് മികച്ച നടി എന്നുള്ള അവാർഡ് കിട്ടിയത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതാണ് 2023 ദാദാ സാഹിബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിലെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? നടി രേഖയാണ്. ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് നടി രേഖയാണ്. അതോടൊന്ന് ഓർത്ത് നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിട്ട ആദ്യ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ രാജ്യത്തെ തന്നെയാണ് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ, ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിട്ട ആദ്യ ജില്ല ഏതാണ്? നമ്മുടെ കേരളത്തിലെ വയനാട് ജില്ലയാണ്. ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, 2023 മുതൽ G20 അംഗമായത് ആരാണ്? ആഫ്രിക്കൻ യൂണിയനാണ്. അപ്പോൾ നമുക്കറിയാം 2023 G20 സമ്മേളനം നടന്നത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. 2024 G20 സമ്മേളനം നടക്കാൻ പോകുന്നത് എവിടെ വെച്ചാണ്? ബ്രസീലിലാണ്. അപ്പോൾ 2023 G20 അംഗമായ യൂണിയൻ ഏതാണ്? ആഫ്രിക്കൻ യൂണിയൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആഫ്രിക്കൻ യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് എവിടാണ്? പൂനെയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് എവിടാണ്? പൂനെയിലാണ് കേട്ടോ. പിന്നെ സ്ത്രീ സുരക്ഷാ യാത്രയൊരുക്കുന്ന റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലുമാണ്. അപ്പോൾ സ്ത്രീ സുരക്ഷാ യാത്രയൊരുക്കുന്ന റെയിൽവേയുടെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേരി സഹേലിയാണ്. അപ്പോൾ അടുത്തിടെ സ്ത്രീ സുരക്ഷാ യാത്രയൊരുക്കുന്ന നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം മേരി സഹേലി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ അക്ഷര മ്യൂസിയം എവിടെയാണ്? നാട്ടകം, കോട്ടയം. അപ്പോൾ കോട്ടയം ജില്ല നമുക്ക് ഓൾറെഡി അറിയാം. കോട്ടയം എന്താണ്? നമ്മുടെ അക്ഷര നഗരം എന്നാണ് കോട്ടയത്തെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സഹകരണ വകുപ്പ്, ഓർത്ത് വെച്ചോ, സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ അക്ഷര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? നാട്ടകമാണ്. കോട്ടയം ജില്ലയിലെ നാട്ടകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ അക്ഷര മ്യൂസിയം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 അന്താരാഷ്ട്ര ബുക്ക് പ്രൈസ് ജേതാവാരാണ്? ജെന്നി എയർപെൻബെഗ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ്. പരീക്ഷയ്ക്ക് 1 മാർക്ക് ഉറപ്പിച്ചോ, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ 2024 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ജേതാവാരാണ്? ജെന്നി എയർപെൻബെഗ് കേട്ടോ. ജെന്നി എയർപെൻബെഗ് ആണ് 2024 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ജേതാവ് കേട്ടോ. അവർക്ക് ലഭിച്ച ബുക്കർ പ്രൈസ് ലഭിച്ച നോവൽ എന്ന് പറഞ്ഞാൽ കെയ്റോസ് എന്ന് പറഞ്ഞ നോവലാണ് കേട്ടോ. അപ്പോൾ ബുക്കർ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ജർമ്മൻ എഴുത്തുകാരി കൂടിയാണ് നമ്മുടെ ഈ ജെന്നി എയർപെൻബെഗ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കെയ്റോസ് എന്ന് പറയുന്ന നോവലില്ലേ, അതായത് ജെന്നി എയർപെൻബെഗിൻ്റെ കെയ്റോസ് എന്ന് പറയുന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? മിഖായൽ ഹോഫ്മാൻ ആണ് കേട്ടോ. അതുകൂടെ ഓർത്ത് വെച്ചോണേ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2024 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ജേതാവാരാണ്? ജെന്നി എയർപെൻബെഗ് ആണ് വരുന്നത്. അവർക്ക് ലഭിച്ച നോവൽ ഏതാണ്? കെയ്റോസ് എന്ന് പറഞ്ഞ നോവലാണ്. അതുപോലെ തന്നെ ജെന്നി എയർപെൻബെഗ് ബുക്കർ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ജർമ്മൻ എഴുത്തുകാരിയാണ് ജെന്നി എയർപെൻബെഗ് കേട്ടോ. പിന്നെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഈ കെയ്റോസ് എന്ന് പറഞ്ഞ നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മിഖായൽ ഹോഫ്മാൻ ആണ്. മറക്കല്ലേ.
അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാമ്യ. അപ്പം നമ്മുടെ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കേട്ടോ, എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണെന്ന് ചോദിച്ചാൽ പറയണം കാമ്യ എന്നാണ് കേട്ടോ, കാമ്യ. അപ്പം കാമ്യയ്ക്ക് 16 വയസ്സാണുള്ളത് കേട്ടോ, 16 വയസ്സ്. അതുപോലെ തന്നെ ലോകത്തിലെ എവറസ്റ്റ് കീഴടക്കുന്ന പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ആളാണ് കാമ്യ കേട്ടോ. അപ്പോൾ അതുകൂടെ ഓർത്ത് വെക്കണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, 31 നടക്കുന്നതിനൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താണ് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ. കാമ്യ എത്ര വയസ്സാണ്? 16 വയസ്സ്. അതുപോലെ തന്നെ ലോകത്തിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ആൾ കൂടിയാണ് ഈ കാമ്യ കേട്ടോ, അതോർത്ത് വെച്ചോണേ. അപ്പോൾ അടുത്തത് 2024 ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി ഏതാണ്? നെതർലാൻഡാണ് കേട്ടോ. 2024 ഹൈഡ്രജൻ കേട്ടോ, 2024 ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി നെതർലൻഡിലാണ് കേട്ടോ, നെതർലൻഡ്. അടുത്തത് അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേരെന്താണ്? മൈത്രി 2. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ്? മൈത്രി 2 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 2024 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ 2024 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവാരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. അടുത്തത് 2024 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് വേദി എവിടെയാണ്? കൊച്ചിയാണ്. കൊച്ചി ആയതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, 2024 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് വേദി എവിടെയാണ്? കൊച്ചിയാണ് കേട്ടോ, കൊച്ചി. അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങൾ കൈവരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്ത പദ്ധതിയുടെ പേരെന്താണ്? സ്വയം പദ്ധതി. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങൾ കൈവരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്ത പരിപാടിയുടെ പേരെന്താണ്? സ്വയം പദ്ധതി. ഈ സ്വയം പദ്ധതി എന്താണെന്നറിയാമോ? അത് 2017 വന്നൊരു പദ്ധതിയാണ്. അതായത് ഓൺലൈൻ എഡ്യൂക്കേഷൻ പോർട്ടലാണ് കേട്ടോ, ഓൺലൈൻ എഡ്യൂക്കേഷൻ പോർട്ടലാണ് സ്വയം പദ്ധതി. സ്വയം പദ്ധതിയുടെ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. സ്വയം എന്ന് പറഞ്ഞതിൻ്റെ ഫുൾ ഫോം ഒന്ന് കേട്ടിരുന്നാൽ മതി. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് കേട്ടോ. ഒന്നുകൂടെ പറയാം, സ്വയം പദ്ധതിയുടെ സ്വയത്തിൻ്റെ ഫുൾ ഫോം എന്താണ്? സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 2024 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ ഫെബ്രുവരി 28 പ്രമേയം എത്രയാണ്? വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. അപ്പോൾ ഒന്ന് ഓർത്തിരുന്നണം, 2024 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി 28. അപ്പോൾ 2024 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ കേട്ടോ. അടുത്തത് 2024 ബീംസ്റ്റെക്ക് അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. അപ്പോൾ 2024 ബീംസ്റ്റെക്ക് അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി കേട്ടോ, ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ 2024 ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ നടന്ന കേരളത്തിലെ നഗരമാണ് തൃശ്ശൂർ കേട്ടോ. അപ്പോൾ 2024 ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ നടന്ന കേരളത്തിലെ നഗരമാണ് തൃശ്ശൂർ കേട്ടോ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യു പി ഐ സാങ്കേതിക വിദ്യ സ്വീകരിച്ച ദക്ഷിണ അമേരിക്കയിലെ ആദ്യ രാജ്യം ഏതാണ്? സൗത്ത് അമേരിക്കയിലെ പെറു ആണ് കേട്ടോ. അപ്പോൾ UPI നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന UPI ആപ്പില്ലേ, അതുപോലെ തന്നെ അത് ദക്ഷിണ അമേരിക്കൻ രാജ്യത്തിലും അത് ആയിട്ടുണ്ട്. അപ്പോൾ UPI സാങ്കേതിക വിദ്യ സ്വീകരിച്ച, അതായത് നമ്മൾ ഈ ചെയ്യുന്ന ഇതില്ലേ, നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ചെയ്യുന്നില്ലേ, UPI ട്രാൻസാക്ഷൻ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ UPI സാങ്കേതിക വിദ്യ സ്വീകരിച്ച ദക്ഷിണ അമേരിക്കയിലെ ആദ്യ രാജ്യം ഏതാണ്? പെറു ആണ് കേട്ടോ, പെറു. 2024-25 ഇന്ത്യയുടെ ഇടക്കാല ബജറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിഹിതം ലഭിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുമാണ് കേട്ടോ. അപ്പോൾ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചവരാണ് നിർമ്മല സീതാരാമൻ കേട്ടോ, അതോടൊന്ന് ഓർത്ത് വെച്ചോണം. അപ്പോൾ 2024-25 ഇന്ത്യയുടെ ഇടക്കാല ബജറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം ലഭിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഏതാണ്? ഭൂട്ടാൻ. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ചത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ, ഉത്തരാഖണ്ഡ്.
അടുത്തത് ഭർത്താവ് കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും കുറ്റക്കാരി എന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? മദ്രാസ് ഹൈക്കോടതി. അപ്പോൾ എന്താണ്? ഭർത്താവ് കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും കുറ്റക്കാരി എന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം മദ്രാസ് ഹൈക്കോടതി. മദ്രാസ് ഹൈക്കോടതി. അടുത്തത് തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ഈ വർഷത്തെ? MK സാനുവാണ് കേട്ടോ. തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? MK സാനുവാണ് കേട്ടോ. MK സാനു. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരി 14 ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ തെരഞ്ഞെടുപ്പ് നടന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ചോദിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താണ്? 2024 ഫെബ്രുവരി 14 കേട്ടോ. ഫെബ്രുവരി 14 ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ തെരഞ്ഞെടുപ്പ് നടന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പരിസ്ഥിതി മലിനീകരണം അടുത്ത് നോക്കാം. പരിസ്ഥിതി മലിനീകരണം തടയാൻ ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് കേട്ടോ. അപ്പോൾ പരിസ്ഥിതി മലിനീകരണം തടയാൻ ബയോപ്ലാസ്റ്റിക് പാർക്ക് കേട്ടോ. പരിസ്ഥിതി മലിനീകരണം തടയാൻ ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യ ഹൈക്കോടതി ഏതാണ്? സിക്കിം ഹൈക്കോടതിയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യ ഹൈക്കോടതി ഏതാണ്? സിക്കിം ഹൈക്കോടതി കേട്ടോ. അടുത്തത്, ഖത്തർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം. അപ്പോൾ എന്താണ്? ഖത്തർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം ആരാണ്? തഹസിൻ ജംഷീദ് കേട്ടോ. തഹസിൻ ജംഷീദ്. അപ്പം നമ്മുടെ മലയാളികളെക്കുറിച്ചൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇങ്ങനെയുള്ള സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഖത്തർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരമാരാണ്? തഹസിൻ ജംഷീദ്. അടുത്ത ക്വസ്റ്റ്യൻ, 18ാം ലോകസഭയിലെ പ്രോടൈം സ്പീക്കർ ആരാണ്? ഭർതൃഹരി മഹ്താബ് കേട്ടോ. ഭർതൃഹരി മഹ്താബാണ് നമ്മുടെ 18ാം ലോകസഭയിലെ പ്രോടൈം സ്പീക്കർ. പിന്നെ നമുക്കറിയാം 18ാം ലോക്സഭ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. പിന്നെ അതുപോലെ തന്നെ 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കറാവുന്ന രണ്ടാം തവണയാണ് ഓം ബിർള 18ാം ലോകസഭയിലോട്ട് സ്പീക്കർ ആവുന്നത് കേട്ടോ. ലോക്സഭാ സ്പീക്കർ ആവുന്നത്. അതുകൂടെ ഓർത്ത് വെച്ചോണേ. പിന്നെ സുനിൽ ഛേത്രിയുടെ അവസാന അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം ആർക്കെതിരെയായിരുന്നു? കുവൈറ്റിനെതിരെയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോണം. സുനിൽ ഛേത്രിയുടെ അവസാന അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം ആർക്കെതിരെയായിരുന്നു? കുവൈറ്റിനെതിരെയായിരുന്നു. പിന്നെ 2023 പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പ് വേദി എവിടെയാണ്? കോലാലംപൂർ, മലേഷ്യ. അപ്പം മലേഷ്യയിലെ കോലാലംപൂരിലായിരുന്നു വെച്ചായിരുന്നു 2023 പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പിൻ്റെ വേദി കേട്ടോ. അതുപോലെ തന്നെ ജേതാക്കൾ ആരാണ്? ജർമ്മനി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ജേതാക്കൾ ജർമ്മനിയായിരുന്നു. പിന്നെ 2025 പുരുഷ ഹോക്കി ലോകകപ്പ് വേദി എവിടെയാണ്? ഇന്ത്യയിൽ വെച്ചാണ് കേട്ടോ. 2025 പുരുഷ ഹോക്കി ജൂനിയർ ആണ്. പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പ് വേദി ഇന്ത്യയിലാണ് കേട്ടോ. പിന്നെ പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വിമാന കമ്പനി ഏതാണ്? എയർ കേരള കേട്ടോ. എയർ കേരള കേട്ടോ. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് എയർ കേരള, എയർ മലയാളി എന്നൊക്കെ കിടക്കും കാണാം. അപ്പോൾ പ്രവാസി കേരള എന്നൊക്കെ കിടക്കുന്ന കാണാം. അതൊന്നും കറപ്പിക്കല്ല. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ആൻസർ. ഇതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ഓപ്ഷനിൽ ചിലപ്പോൾ നമ്മളെ തെറ്റിക്കത്തക്ക വിധത്തിലുള്ള ഓപ്ഷൻസ് കാണും കേട്ടോ. കറക്റ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമാക്കി ആരംഭിക്കുന്ന വിമാന കമ്പനി ഏതാണ്? എയർ കേരള കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ വനം വകുപ്പ് നിർമ്മിക്കുന്ന തുളസീവനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോന്നി, പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് കേരളത്തിലെ വനം വകുപ്പ് നിർമ്മിക്കുന്ന തുളസീവനം സ്ഥിതി ചെയ്യുന്നത്. കോന്നി, പത്തനംതിട്ട കേട്ടോ. പിന്നെ 2024 കോമൺവെൽത്ത് ചെറുകഥാ സമ്മാനം നേടിയ ഇന്ത്യക്കാരി ആരാണ്? സഞ്ജന താക്കൂറാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ 2024 കോമൺവെൽത്ത് ചെറുകഥാ മത്സരം 2024 കോമൺവെൽത്ത് ചെറുകഥാ സമ്മാനം നേടിയ ഇന്ത്യക്കാരി ആരാണ്? സഞ്ജന താക്കൂർ. ഒന്നുകൂടെ പറയാം, 2024 കോമൺവെൽത്ത് ചെറുകഥാ സമ്മാനം നേടിയ ഇന്ത്യക്കാരി ആരാണ്? സഞ്ജന താക്കൂർ കേട്ടോ. സഞ്ജന താക്കൂർ. മറക്കല്ലേ,
ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് എവിടെയാണ്? വാരണാസിയിലാണ് കേട്ടോ, വാരണാസി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് വാരണാസിയിലാണ് കേട്ടോ, വാരണാസി. അടുത്ത ക്വസ്റ്റ്യൻ, സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെൻ്ററിയുടെ പേരെന്താണ്? തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെൻ്ററിയുടെ പേരെന്താണ്? തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ കേട്ടോ. അടുത്ത, ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേരാണ് ജീവാനന്ദം പദ്ധതി കേട്ടോ, ജീവാനന്ദം പദ്ധതി. പിന്നെ UPSCയുടെ ചെയർപേഴ്സൺ ആരാണ്? പ്രീതി സുധൻ കേട്ടോ, ഓർത്ത് വെച്ചാണ്. UPSCയുടെ ചെയർപേഴ്സൺ ആരാണ് നിലവിലെ? പ്രീതി സുധൻ. രാജ്യത്തെ ആദ്യ മഴമാപ്പിനി വെബ്സൈറ്റ് അവതരിപ്പിച്ച ജില്ല ഏതാണ്? വയനാടാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ രാജ്യത്തെ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രാജ്യത്തെ ആദ്യ മഴമാപ്പിനി വെബ്സൈറ്റ് അവതരിപ്പിച്ച ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്, നമ്മുടെ വയനാട് ജില്ലയാണ് കേട്ടോ. പിന്നെ പുതുച്ചേരിയുടെ ലെഫ്റ്റനൻറ്റ് ഗവർണറായ മലയാളി ആരാണ്? കൈലാസ് നാഥ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പുതുച്ചേരിയുടെ ലെഫ്റ്റനൻറ്റ് ഗവർണറായ മലയാളി ആരാണ്? കൈലാസ് നാഥാണ്. പിന്നെ അതുപോലെ തന്നെ നിലവിലെ നമ്മുടെ കേരളത്തിലെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാറാണ്. അപ്പോൾ നിലവിലെ കേരള ലോകായുക്ത ആരാണ്? N അനിൽകുമാറാണ് കേട്ടോ. പിന്നെ അടുത്തിടെ ജോലിഭാരം കാരണം ഒരു റോബോട്ട് കുഴഞ്ഞു വീണ് മരിച്ച രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മനുഷ്യന്മാരാണ് ജോലിഭാരം സഹിക്കാൻ വയ്യാതെയൊക്കെ മരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് എന്താണ്? റോബോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആയതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? എന്താണ്? അടുത്തിടെ ജോലിഭാരം കാരണം ഒരു റോബോട്ട് കുഴഞ്ഞു വീണ് മരിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ദക്ഷിണ കൊറിയയാണ് കേട്ടോ, ദക്ഷിണ കൊറിയയാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഭാരത് ന്യായ് സംഹിത BNS, നമുക്കറിയാം നമ്മുടെ ക്രിമിനൽ അതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഭാരത് ന്യായ് സംഹിത BNS നിലവിൽ വന്ന തീയതി എന്നാണ്? 2024 ജൂലൈ 1 ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് BNS ഭാരത് ന്യായ് സംഹിത പ്രകാരം അടിസ്ഥാനത്തിൽ കേരളത്തിൽ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ ഏതാണ്? കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ. എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. അപ്പം ഭാരത് ന്യായ് സംഹിത BNS നിലവിൽ വന്ന തീയതി ഏതാണ്? 2024 ജൂലൈ 1 കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ FIR രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ, മലപ്പുറം കേട്ടോ. പിന്നെ രാജ്യത്ത് ആദ്യമായിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? ഗ്വാളിയറാണ് കേട്ടോ, ഗ്വാളിയർ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? കല്ലായിപ്പുഴ കേട്ടോ. അപ്പോൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? കല്ലായിപ്പുഴ കേട്ടോ, കല്ലായിപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, 24ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ SCO ഉച്ചകോടി വേദി ഏതാണ്? അസ്താന, കസാഖിസ്ഥാൻ കേട്ടോ, ഓർത്ത് വെച്ചോണേ. അപ്പോൾ 24ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ SCO ഉച്ചകോടി വേദി എവിടെയാണ്? അസ്താന, കസാഖിസ്ഥാൻ, അസ്താന, കസാഖിസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ 22 ഭാഷകൾ പഠിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഭാഷാ സംഘം. അപ്പോൾ ഇന്ത്യയിൽ 22 ഭാഷകൾ പഠിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ഭാഷാ സംഘം, ഭാഷാ സംഘം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 പ്രത്യേക ടൂറിസം വർഷം ആയി ആചരിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ കേട്ടോ. അപ്പോൾ 2025 പ്രത്യേക ടൂറിസം വർഷമായി ആചരിക്കാൻ പോകുന്ന രാജ്യത്തിൻ്റെ പേരെന്താണ്? രാജ്യം ഏതാണ്? നേപ്പാളാണ് കേട്ടോ, നേപ്പാൾ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ 2024-25 ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച തീയതി എന്നാണ്? 2024 ഫെബ്രുവരി 1 കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ, ഡേറ്റ് ഓർത്ത് വെച്ചോണേ, ചോദിക്കാൻ ചാൻസ് ചിലപ്പം ഉണ്ട് കേട്ടോ, കൂടുതലായിട്ടുണ്ട്. അപ്പം ഇന്ത്യയിൽ 2024-25 ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച തീയതി എന്നാണ്? 2024 ഫെബ്രുവരി 1 കേട്ടോ, ഫെബ്രുവരി 1. അതുപോലെ തന്നെ 2024 IPL കിരീടം നേടിയതാരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 2024 IPL കിരീട ജേതാവായത് കേട്ടോ. അപ്പോൾ 2024 IPL കിരീട ജേതാവാരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കേട്ടോ. അടുത്തത് നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2024 ജനുവരി 12 കേട്ടോ. അപ്പോൾ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരി 12 കേട്ടോ. ഇന്ത്യയിലെ ആദ്യ കോവിഡ് ടെസ്റ്റ് ബസ് ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ കോവിഡ് ടെസ്റ്റ് ബസ്
ഇന്ത്യയിലെ ആദ്യ കോവിഡ് ടെസ്റ്റ് ബസ് ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര കേട്ടോ, മഹാരാഷ്ട്ര. പിന്നെ അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ലോകത്ത് ആദ്യമായി വായിലൂടെ വലിച്ചെടുക്കാവുന്ന കോവിഡ് വാക്സിന് തുടക്കം കുറിച്ച രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ. അപ്പോൾ ലോകത്ത് ആദ്യമായി വായിലൂടെ വലിച്ചെടുക്കാവുന്ന കോവിഡ് വാക്സിന് തുടക്കം കുറിച്ച രാജ്യം ചൈനയാണ് കേട്ടോ, ചൈന. ഓർത്ത് വെച്ചോണേ, ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ, ചൈന. അപ്പം വായിലൂടെ വലിച്ചെടുക്കാവുന്ന കോവിഡ് വാക്സിനാണ് കേട്ടോ. ലോകത്ത് ആദ്യമായി വായിലൂടെ വലിച്ചെടുക്കാവുന്ന കോവിഡ് വാക്സിൻ തുടക്കം കുറിച്ച രാജ്യം ചൈനയാണ് കേട്ടോ. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ പിയുമോഡസ് ഇൻഡിക്കസ് ഏത് ഇനത്തിൽപ്പെടുന്നു എന്നാണ്? കടന്നൽ ഇനത്തിൽപ്പെടുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. 2024 പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ കണ്ടെത്തിയ പിയുമോഡിസസ് ഇൻഡിക്സ് ഏത് ഇനത്തിൽപ്പെടുന്ന ജീവിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കടന്നൽ ഇനത്തിൽപ്പെടുന്ന ജീവിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിൻ്റെ 4ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനു മുമ്പേ നമ്മൾ 3 ക്ലാസ്സസ് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ചെയ്തിട്ടുണ്ട്. മാക്സിമം ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊന്ന് കയറി കാണണം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ മാക്സിമം ഒന്ന് കാണണം. 31 എക്സാമിന് എഴുതാൻ പോകുന്നവർ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് PSC കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനൊക്കെ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയ ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പേ 3 ക്ലാസ്സും അതുപോലെ തന്നെ ഈ ക്ലാസ്സും ഒന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക. പിന്നെ ഏതെങ്കിലും ടോപ്പിക്കുകൾ പഠിക്കാൻ എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രധാന പദവികൾ, കേന്ദ്ര മന്ത്രിസഭ ഒക്കെ പഠിക്കാൻ പാടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് അഫെയർസ് സീരീസിലെ ക്ലാസ്സിൽ നമ്മൾ എല്ലാ ടോപ്പിക് വൈസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. പാടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മാക്സിമം നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 31 എക്സാം എഴുതുന്നവർ മാക്സിമം നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സസൊക്കെ ഒന്ന് കണ്ടിട്ട് പോവുക. വളരെയധികം ഉപകാരപ്പെടും. ഇതിനു മുമ്പേ കൊല്ലം, കണ്ണൂർ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ എഴുതിയവർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സസ്. അപ്പോൾ മാക്സിമം നിങ്ങളൂടെ ഇതൊന്ന് ഫോളോ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ കൂടെ ചെയ്തു ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല. അപ്പം താങ്ക് യു ഓൾ.